ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ നാട്ടിൽ പോയി വന്നതാണ്. ഞാനും മാത്രമല്ല, ഞാനും ഇക്കയും കൂടെ പോയി വരുമ്പോൾ കൊടുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇവിടെ UAE കിട്ടാത്ത സാധനമല്ല, എങ്കിലും നമ്മൾ പോയി വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനവും അയൽവാസിയുടെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. പപ്പായ, പിന്നെ കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്. നല്ല പപ്പായ നോക്കിയാൽ വലുത് കിട്ടിയേക്കുന്നു. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. എന്നിരുന്നാലും നമ്മൾ നാട്ടിലുള്ള പപ്പായക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലുണ്ടാക്കിയതാവുമ്പോൾ. പിന്നെ ഇതാ തേങ്ങ, വേണ്ട തേങ്ങ കൊടുന്നു. നല്ല തണുപ്പാണ്, അതാണ് തണുപ്പിൻ്റെ കുപ്പായ ഇട്ടിരിക്കുന്നത്. പിന്നെ നല്ല പുളിയുള്ള പച്ചമാങ്ങ വേണ്ട, അത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. കുറേ ഉണ്ടായിട്ടുണ്ട്, അച്ചാറിടാനും മീൻ കറിക്കൊക്കെ സൂപ്പർ സാധനം. അത് വേണ്ട, കുറേ അയൽവാസികളുണ്ട്, അവർക്ക് ഇവിടെ ഫാമിലീസ് ഉണ്ട്, അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിനെ കൂടെ വാങ്ങിച്ചതാ. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ മിക്സർ വാങ്ങി. പിന്നെ ഇതാ അരിപ്പൊടി, വേണ്ട അരിപ്പൊടി വാങ്ങിച്ചതല്ല, നമ്മൾ പൊടിപ്പിച്ചതാണ്. അരി വാങ്ങി കഴുകി പൊടിപ്പിച്ചതാ. പിന്നെ വേറൊരു സൂപ്പർ സാധനം കാണണ, വെളിച്ചെണ്ണ ഒലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാ. നെയ്യും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ആട്ടിയപ്പോൾ ആ വെളിച്ചെണ്ണ കൊണ്ടുവന്നതാണ്. മായമില്ലാത്ത ഉപയോഗിക്കാമല്ലോ. ഇനി കാർട്ടൂണിലൊക്കെ പൊട്ടിയിട്ട് നാശാവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയിട്ട് കൊണ്ടുവന്ന്. പിന്നെ അതാ ഇക്കാക്ക് ഒരു മുണ്ട്, പിന്നെ കുറച്ച് ഉണക്കൽ, പിന്നെ ഇതൊക്കെ ഇക്കാടെ ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് വേദന, ഇപ്പം മഞ്ഞും തണുപ്പുമല്ലേ, അപ്പോൾ കുറച്ച് തൈലം കൊണ്ടുവന്നതാ, എവിടെയെങ്കിലൊക്കെ വേദന വരുമ്പോൾ ഉപയോഗിക്കാൻ. പിന്നെ അതാ പൊരിയവൽ, അതൊരു പാക്കറ്റ് വാങ്ങിച്ച്. ഇതൊക്കെയാണ് ഒരു കാർട്ടൂണിൽ. പിന്നെ ബാക്കിയുള്ളത് ഡ്രസ്സാണ്. പിന്നെ അടുത്തത് ഇതാ വരുന്ന കറിവേപ്പില, പിന്നെ ചിക്കു കട വീട്ടിൽ ഉണ്ടായതാ. അപ്പോൾ ചിക്കു പഴുത്തിട്ടൊന്നുമില്ല, കുറച്ച് അതിനകത്ത് ഉണ്ടായത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പിന്നെ നേന്ത്രപ്പഴം, നല്ല കപ്പ, കണ്ടില്ലേ, നല്ല അടിപൊളി കപ്പ. പിന്നെ രാഗിപ്പൊടി, രാഗി മേടിച്ച് കഴുകി പൊടിച്ചതാണ് കേട്ടോ. ഉച്ചക്ക് ഇക്കാക്ക് 2 പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് രാഗി. പിന്നെ ഇതാ പഴതാ, പച്ചക്കായ ഇതാ. പിന്നെ ഇത് അരിയാണ്, തവിടുള്ള അരി. ഈ അരി ഷുഗർ പേഷ്യൻ്റ് നല്ലതാന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ അരി ഇങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ, അല്ലാതെ കഴുകി കഴിഞ്ഞാൽ കളറ് മങ്ങൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കും. വേണ്ടിയല്ലേ, ഇതുപോലെ തന്നെയാണ് ഇത് വെച്ചാൽ ഈ അരിയുടെ കളർ ഇരിക്കുക. പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇക്കട മരുന്നുകൾ. 4 മാസം കഴിഞ്ഞാൽ ഇനി ഇക്ക നാട്ടിൽ പോവുക. അപ്പോൾ ഇക്ക ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ ഇക്കാക്ക് കുറച്ച് മരുന്നുകൾ
പല സൈസ് പ്രഷറിൻ്റെ ഷുഗറിൻ്റെ എല്ലാം ഗുളികകളാണ്. ഈ കാർട്ടൂൺ അത്രയും വേണ്ട, ഈ ഒരു കാർട്ടൂൺ അത്രയും കട ഗുളികയാണ്. 4 മാസത്തേക്ക് ഡോക്ടറെ സ്ലിപ്പർ പ്രകാരം കൊണ്ടുവരുന്നതാണ് കേട്ടോ, അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് അലൗട്ടില്ല. കൊടുന്ന കുറേ സാധനം എടുത്ത് വെച്ചിട്ടില്ല, ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുള്ളൂ. പിന്നെ ഇതാ ഊട്ടി ബർക്കി പറയുന്ന ചെറുത്. പിന്നെ ഇത് ബേക്കറിയാണ്. ഇത് കൊള്ളി ചിപ്സാണ്, പൂള ചിപ്സ്, അലുവ. പിന്നെ രാഗിയുടെ സേമിയ കണ്ട കൂട്ടുകാരെ, വേണ്ട രാഗിയുടെ സേമിയം. പിന്നെ നാട്ടിലെ നാച്ചുറൽ സോപ്പ് ഓർക്കാൻ. പിന്നെ ചുമ വരുമ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിന് പകരം വസവോർട്ടിൻ്റെ ലേഹം. പിന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ ബാഗ്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇതണ്ട, നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വാങ്ങിച്ചതാണ് ഈ ബാഗ്. കൊണ്ടുപോകാൻ പറ്റിയില്ല, 2 ബാഗ് വാങ്ങിച്ചു ലഗേജ് കൂടിയപ്പോൾ. വേണ്ട, വരുന്നില്ലല്ലോ ബാഗ്. വേണ്ട, ഇതാണ് ബാഗ്, സൈഡ് ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് കൊണ്ടുപോയില്ല. ഇതൊക്കെയാണ്. പിന്നെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വരണം. ഞാനൊരു മാസവും ഇക്ക് 1 മാസം നിന്ന്, അപ്പോൾ ആകെ റൂം കച്ചറായിട്ട് കിടക്കുകയാണ്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അലക്കാനിതാ കണ്ടമാനം കിടക്കുന്നു, ഇനി ഇത് അത്രയും അലക്കി എടുക്കണം. പിന്നെ കുടിക്കാൻ നമ്മൾ കൊണ്ടുവന്ന വെള്ളമാണ്. വേണ്ട, കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമാണിത്. ഫിൽറ്ററിലത്തെ വെള്ളം ഭക്ഷണം ഉണ്ടാക്കാൻ എടുക്കുന്നുള്ളൂ, കുടിക്കാൻ എടുക്കാറില്ല. ബെഡ്ഷീറ്റൊക്കെ വലിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല. അതിൻ്റെ അടിയിലെ ബെഡിൻ്റെ കവറാണ് ഈ കാണുന്നത്. ഇത്രയാണ് എൻ്റെ വീടിൻ്റെ, UAE വീടിൻ്റെ വിശേഷങ്ങൾ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്ക അടിക്കുക, പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക, പൊങ്കാല ഇടരുത്.